പുതിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ അടിമേളങ്ങൾ വന്നം വിതറിയൊരവധിക്കാലമായിരുന്നു. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമഞ്ഞ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമഞ്ഞ കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞിടാം. ഉണരും സ്വതന്ത്ര ഭൂവിൻ അതെ. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടാവുക അല്ലെ? രാവിലെ തന്നെ ഞാനും അതുപോലെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ പറഞ്ഞിരുന്നു. ഞാന് 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സബ് ജില്ലാ മത്സരം നടക്കുക. അപ്പൊ ആദ്യമായിട്ട് സബ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അത് ഈ സ്കൂൾ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ആ വർഷം ഒരു കലാതിലകം, എനിക്ക് അറിയാൻ പോലും ഇല്ല കലാതിലകം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എന്നൊന്നും അറിയില്ല. അപ്പൊ ഒരു കലാതിലകം ഒക്കെ ആയത് ഈ സ്കൂൾ വെച്ചാണ്. അപ്പൊ എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഇവിടുത്തെ എനർജി, ഇവിടുള്ള ആളുകളെല്ലാം സ്പെഷ്യലാണ്. അപ്പൊ ഇവിടെ വരാൻ പറ്റിയത് ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. വിചാരിക്കുന്നവരുണ്ടാവും, കാരണം ഞാൻ അത്ര വലിയ ഫേമസ് റാപ്പർ അല്ല. പക്ഷെ എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എഴുതി തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇവർ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്താനൊക്കെ ഇങ്ങനെ ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് അറിയുമായിരിക്കില്ലേ, കുറച്ച് ജോഗ്രഫി ഒക്കെ പഠിക്കുന്നവരാണ്. അപ്പൊ അച്ചുതണ്ടിൽ മോട്ടോർ ഘടിപ്പിച്ചുണ്ടോ, നമ്മ ഭൂമി ഇപ്പൊ സ്പീഡിൽ കറങ്ങണുണ്ടോ, കണ്ണടച്ച് തുറക്കണ നേരത്തില് ജാനുവരി ഇപ്പൊ ജൂണിലെത്തി നിൽപ്പ് കണ്ടോ, ഭൂഗോളമേ നിന്റെ സൂര്യനെ ചുറ്റിയുള്ള പോക്കൊന്ന് സ്ലോ ആക്ക് ഗോളമേ. എന്റെ ഗോളൊക്കെ ബാക്കിയാണ്, ദയവ് ചെയ്തു മനസ്സിലാക്ക്. വിഷ് ലിസ്റ്റിൽ ഒന്ന് പോലും ടിക്കില്ല, സോളോ ട്രിപ്പ് പോവാൻ ഇന്നെനിക്ക് ലക്കില്ല, ചെയ്യുന്നതൊന്നിനുമേ കിക്കില്ല. എന്റെ